ഗുരുഭ്യോ നമ. നമുക്കിന്ന് ബന്ധുഹസ്തം നോക്കാം. ഒരു 8 എണ്ണം ഉണ്ട് പഠിക്കാനായിട്ട്. അടുത്ത സെറ്റ് ഓഫ് ഹസ്തമുദ്രയാണ്. അപ്പൊ നമ്മൾ അസംയുതം സംയുതം ഒക്കെ പഠിച്ചു, അതുപോലെ ദശാവതാര ഹസ്തമൊക്കെ പഠിച്ചുല്ലോ. ഈ ബന്ധുഹസ്തത്തില് നമ്മള് മുദ്രകൾ ചെയ്ത് കാണിച്ചിട്ടാണ് പേര് പറയണത്. അതാണ് അതിന്റെ വ്യത്യാസം. ബന്ധുഹസ്തം എന്ന് പറയുമ്പോൾ അറിയാം, കേൾക്കുമ്പോൾ തന്നെ ബന്ധുക്കൾ, നമ്മുടെ അമ്മ, അച്ഛൻ, ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സുകളാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ 8 എണ്ണം പഠിക്കുന്നു. അമ്മ, അച്ഛൻ, സഖി, സഹോദരി, ആൺകുട്ടി, പെൺകുട്ടി, ഭർത്താവ്, നാഥൻ, അങ്ങനെ ഒരു 8 എണ്ണമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഇത്രയും പഠിച്ചു വരുമ്പോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മുദ്രകൾ ചെയ്തിട്ട് പേര് പറയുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ 2 കൈയും കൊണ്ടാണ് മുദ്രകൾ പഠിക്കുന്നത്. ദേവഹസ്തം ഇനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. അതിലൊക്കെ നമ്മൾ ഇതുപോലെ 2 കൈയും വെച്ച്, അപ്പൊ അസംയുതം പോലെ സിംഗിൾ ഹാൻഡ് ജസ്റ്റ് അങ്ങനെയല്ല, 2 കൈയും വെച്ച് പഠിക്കുന്നു. പിന്നെന്താ, അതെല്ലാരും നോട്ട് ചെയ്ത് വെക്കുക 8 എണ്ണം. അടുത്ത ഒരു വീഡിയോയിൽ കറക്റ്റ് നമുക്കത് പറയാം, എങ്ങനെയൊക്കെയാണ് അതിന്റെ മുദ്ര പിടിക്കുക എന്നുള്ളത് കേട്ടോ. താങ്ക് യു.